ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി നാളായി ഞാൻ പൊന്നാങ്കണ്ണി ചീര ഒന്ന് തോരൻ വയ്ക്കണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനത് കൂടുതലും ശ്രദ്ധിക്കാത്തത്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അയൽവാസികൾക്കും അല്ലാതെ എൻ്റെ 2-3 കൂട്ടുകാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും നല്ല ബുഷിയായിട്ട് എല്ലാ സ്ഥലങ്ങളും എൻ്റെ വാഴയുടെ ഓരോ ചോട്ടിലും ഞാനതിൻ്റെ കമ്പ് ഞാൻ നട്ടിട്ട് കൂടിയില്ല. മണ്ണ് ഇളക്കമായിട്ട് ഇട്ടുന്ന സമയത്ത് ഇതിൻ്റെ ചെറിയ ചെറിയ കമ്പുകൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് പുറത്ത് മണ്ണിട്ടതാണ്. അപ്പോൾ നന്നായിട്ട് വളർന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം മെയിൻ്റനൻസ് വേണ്ട, അത്ര ഒരുപാട് വളം വേണ്ട, അങ്ങനെ വെള്ളം മാത്രം കൊടുത്താൽ മതി, നന്നായിട്ട് വളരുന്നതെന്നാണ് പൊന്നാങ്കണ്ണി ചീര. അറിയാലോ, കണ്ണിന് പൊന്നാണെന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ എനിക്ക് 1.25 ലക്ഷത്തോളം ആൾക്കാർ കണ്ട എൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ സെയിൽ ചെയ്ത സമയത്ത് ഒരുപാട് പൊന്നാങ്കണ്ണി ചീരയുടെ തൈകൾ എനിക്ക് വിറ്റ് പോയിട്ടുണ്ട്. ഒത്തിരി, എത്ര എണ്ണമെന്ന് എനിക്കറിയില്ല. ഒരുപാട്, ഒരു 20ഒക്കെ ഒരുമിച്ച് വാങ്ങിച്ചവരുണ്ട്, 50 വാങ്ങിയവരുണ്ട്, 100 വാങ്ങിയവരുണ്ട്. അങ്ങനെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും സെയിൽ തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഗാർഡനിലെ ഒരു ഏരിയ ഫുള്ളും പൊന്നാങ്കണ്ണി ചീരയ്ക്കായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഗാർഡൻ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ പൊന്നാങ്കണ്ണി ചീര തോരനും വള്ളിപ്പയർ തോരനുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.